അപ്പൊ ഇതെന്താ പെട്ടെന്ന് ആക്ടിവിറ്റി കൂടാൻ കാരണം എന്താ? വിശകലനം ചെയ്യണമല്ലോ. അതെ. ആ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പം കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവർ എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പൊ നമുക്ക് ഇവർക്ക് കോണ്ടംസിന്റെ നോളജ് ഉണ്ട് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അപ്പൊ വൈ യങ് ജനറേഷന് നോളജ് ഉണ്ടായിട്ടും കൂടണം എന്താണ്? വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും? കെയർ ഫ്രീ ആയതുകൊണ്ടാവാം, അവർക്ക് വരുമെന്ന് പേടിയില്ല. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ അവിടെ നല്ലൊരു ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ എന്തൊക്കെ വേറെ ഫാക്ടേഴ്സ് ആയിരിക്കും? മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒരാളല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ അഫെയർ എന്ന് പറഞ്ഞാൽ ഒരാളൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ പാറ്റേണിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, പിന്നെ ആ ഉള്ള പാർട്ട്നേഴ്സിന് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. പിന്നെന്താണെന്നറിയോ? ഡേറ്റിംഗ് ആപ്പ് വഴി ഒട്ടും പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ചെറിയ ഏജിൽ. പിന്നൊരു കാര്യം, യൂസേജ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അവര് നീഡിൽ ഷെയറിങ്ങും, പിന്നെ ആ ഒരു മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതിനകത്ത് ഈ ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അവിടെ സെക്ഷൽ ബിഹേവിയർ പിന്നെ വേഴ്സ് ആവും. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്.